ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കത്തോരൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളിതിന് ഇളമ്പക്ക എന്നാണ് പറയുക. നിങ്ങളെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയ ഇളമ്പക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 സവാളയാണ്, ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും വേണം. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ച ഇളമ്പക്കയിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച ഇളമ്പക്ക ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇളമ്പക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.